നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോലീസിൽ പരാതി കൊടുത്താ നമ്മുടെ കമ്പനിക്ക് എങ്ങനെ ഒരു ചീത്തപ്പേര് വരുന്നത്? അതെനിക്ക് ബോധ്യപ്പെടുന്നില്ല. പോലീസില് കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു തന്നെ എന്റെ അഭിപ്രായം. അയാൾ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമായിരുന്നു. നമ്മൾ തമ്മിൽ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പരാതിപ്പെടേണ്ടവർക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അയാള് രക്ഷപ്പെട്ടു പോയ സ്ഥിതിക്ക് അയാളെ ഇനി പിടികൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സുരക്ഷിതമായ വീട്ടിനുള്ളിൽ അതിവിദഗ്ധമായി കയറിയ അയാളെ ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ആന്റി. അയാളെ അതീവ ബുദ്ധിശാലിയാണെന്നാ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട ജാസ്മിൻ. അയാളൊരു ബുദ്ധിശാലി തന്നെയാ. ഏതായാലും ഒരു കണക്കിന് അയാൾ രക്ഷപ്പെട്ട് ഓടിയത് നന്നായി. അല്ലെങ്കിൽ വിശാൽ അയാളെ കൊന്നേനെ. അത് പറയാൻ പറ്റില്ല. ചിലപ്പോ അയാള് വിശാലിനെ ആക്രമിച്ചേനെ. ഏതായാലും അതുണ്ടാവാഞ്ഞത് ഭാഗ്യം. ഗായത്രിയമ്മയെ കൊന്നതിന് പകരം അയാളെ കൊന്ന മരിച്ചുപോയ ഗായത്രിയമ്മ തിരികെ വരൂ. വിശാൽ എന്ത് പൊട്ടത്തരാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? അയാള് ചെയ്ത കുറ്റത്തിന് കോടതി അയാളെ നിയമപരമായി ശിക്ഷിച്ചതാ. അയാൾ ആ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. കോടതി വിധിച്ച ശിക്ഷയ്ക്കപ്പുറം അയാൾക്കെതിരെ ഒരു ശിക്ഷ നടപ്പിലാക്കാൻ പോയ വിശാലിന്റെ ഭാവിയല്ലേ നശിക്കുന്നത്? ഈ ശേഖരൻ ജയിലിൽ കിടന്നതുപോലെ ഒരു 10-14 വർഷം വിശാലും അതിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വരില്ലേ? വിശാൽ എന്താ അതൊന്നും ചിന്തിക്കാത്തത്? സമയം കിട്ടുമ്പോ നീ അവനൊന്ന് ഉപദേശിക്കേ. ഇല്ലെങ്കിൽ അവന്റെ ഭാവി തകരുന്നതിനൊപ്പം നിന്റെ ഭാവിയും തകരും. അതെങ്ങനെയാ? പാർവതിയുടെ തലയണ മന്ത്രത്തിൽ നിന്നും വിശാല് മാറി ചിന്തിക്കണ്ടേ? പാർവതിയുടെ ഉപദേശങ്ങളാണ് മഹത്തരമെന്ന് ചിന്തിക്കുന്ന അവന്റെ തലയിലേക്ക് ഞാൻ പറയുന്നത് വല്ലതും കേറുവോ? ജാസ്മിൻ, നീ ഇങ്ങനെ നിരാശപ്പെടാതെ പാർവതിയെ മാറ്റി നിർത്തിയിട്ട് അവനോട് അടുക്കാൻ ശ്രമിക്കണം. ഞാനിത് എത്ര നാളായിട്ട് നിന്നോട് പറയുവാ. അല്ല, നീ എന്താ അത് കേക്കാത്തെ? എടി, ഒരു പെണ്ണ് വിചാരിച്ച ഏതൊരാണിന്റെയും മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും. പാർവതിയിൽ നിന്നും അവനെ നിന്നിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് നിന്റെ മിടുക്ക. ആ മിടുക്ക് നീ കാണിക്കണം. കാണിച്ചേ മതിയാവൂ. ഞാനതിന് ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, അത് നടത്തിയെടുക്കണം. എല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ആരും വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ജനിച്ചപ്പോഴേ ചേച്ചിക്ക് കൈവന്ന കഴിവുകളാണല്ലോ. ആ കഴിവുള്ളതുകൊണ്ടാണല്ലോ എന്റെ ആദ്യ ഭർത്താവ് ശേഖരൻ ഇന്ന് സെൻട്രൽ ജയിലിൽ അഴി എണ്ണിക്കൊണ്ട് കിടക്കുന്നത്. വിഡ്ഢി. എന്റെ രക്ഷയ്ക്കായി ആ കുറ്റം സ്വയം ഏറ്റെടുത്ത പമ്പര വിഡ്ഢി. അല്ല, നീ എന്തേ ചിന്തിക്കുന്നു? ഞാൻ ചിന്തിക്കുന്നത് ആന്റിയും ശേഖരനെയും കുറിച്ചാ. ആന്റിയും ശേഖരനും തമ്മില് എന്തോ വലിയ രഹസ്യമുണ്ട്. വിശാല് കരുതുന്നത് ഗായത്രിയമ്മയെ കൊന്നത് ശേഖരനാണെന്നാണ്. പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രഭാവതി ആന്റി ആണെന്ന്. ഒരു കാര്യം ഉറപ്പാ, ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കുടുക്കിയ ആന്റിയോട് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് ശേഖരൻ വന്നിരിക്കുന്നത്. അയാൾ ആ ലക്ഷ്യവുമായി എവിടെ കഴിഞ്ഞാലും അയാളെ നമുക്ക് കണ്ടെത്തണം ആന്റി. നമ്മളെന്തിനാ കണ്ടെത്താൻ പോകുന്നത്? വേണം. അയാളെ നമ്മുടെ കസ്റ്റഡിയിലാക്കി വെക്കണം. പ്രഭാവതി ആന്റി വിശ്വസിക്കാൻ പറ്റില്ല. എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മുഴുവൻ അറിയുന്ന ആളാ ആന്റി. ഒരുപക്ഷെ എന്നെങ്കിലും അവർ രഹസ്യങ്ങൾ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ നമുക്ക് ആന്റിക്കെതിരെ കളത്തിലിറങ്ങി കളിക്കാൻ ഒരാള് വേണം. അതാണ് ശേഖരൻ എന്ന ഈ ശേഖരമെങ്ങും. നിന്റെ ബുദ്ധി കൊള്ളാല്ല മോളെ. ഈ പാർവതി തന്നെ ആ പണം എടുത്ത് മാറ്റി വെച്ചിട്ട് നാടകം കളിക്കുന്നതാവും. അയ്യോ, ഇവൾക്കല്ലാതെ വേറെ ആർക്കാ ഇവിടെ പണം വേണ്ടത്? നമ്മളെല്ലാവരും ലക്ഷങ്ങൾ കണ്ട് വളർന്നവരല്ലേ.
ഞങ്ങൾക്കാണോ 20 ലക്ഷത്തിന്റെ ആവശ്യം? സുശീലാന്റി, നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ വക വർത്തമാനം പറയുന്നത്? പാർവതിയെ വെറുതെ കുറ്റപ്പെടുത്തരുത്. പണം മാറ്റി വെച്ചിട്ട് നാടകം കളിക്കേണ്ട ആവശ്യം പാർവതിക്കില്ല. എങ്കിൽ പിന്നെ ആ പണം എവിടെ പോയി? ഇവളുടെ മുറി ഇവള് മാത്രമല്ലേ യൂസ് ചെയ്യുന്നത്? ആ മുറിക്കകത്ത് കയറി ആര് പണം എടുക്കാനാ? ഈ വീട്ടിൽ നിന്നും പണം എവിടെയും പോവില്ല. അത് ഇവിടെ തന്നെ കാണും. ഈ വീട് മുഴുവൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാം. അപ്പോ ആ പണം എവിടെയാണെങ്കിലും കിട്ടാതിരിക്കില്ല. അന്വേഷിക്കട്ടെ, ഈ വീട് മുഴുവൻ അന്വേഷിക്കട്ടെ. അപ്പൊ പല്ലവിയുടെ മുറിയിൽ നിന്നും പണം കിട്ടും. ഞങ്ങളുടെ പദ്ധതി വിജയിക്കും. അനിയത്തിയും ചേച്ചിയും കള്ളികളായിട്ട് നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങും. പണം ഒറ്റ ദിവസം കൊണ്ട് ഇവിടുന്ന് കാണാതാവണമെങ്കിൽ അത് നമ്മൾ തെരഞ്ഞ് കണ്ടുപിടിക്കുക തന്നെ വേണം. പാർവതി പണം സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും അതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിനുള്ളിലെ കള്ളൻ തന്നെ ആവണം. അതാരാണെന്ന് കണ്ടെത്തണം. കണ്ടെത്തി ശിക്ഷിക്കണം. വേണ്ട. പണം തേടി നിങ്ങൾ ആരും നിങ്ങളുടെ സമയം പാഴാക്കണ്ട. നഷ്ടപ്പെട്ട ആ പണം കണ്ടെത്താനുള്ള വിദ്യ എനിക്കറിയാം. എന്ത് വിദ്യ? അത് ഞാൻ കാണിച്ചു തരാം. ഗാർഗി, നീ അടുക്കളയിൽ പോയി ഒരു നാരങ്ങ എടുത്തിട്ട് വാ. നാരങ്ങയോ? അതെ, നാരങ്ങ. നീ അത് പോയി എടുത്തിട്ട് വാ. നാരങ്ങ വെച്ച് നീ പണം കണ്ടുപിടിക്കാൻ പോവാണോ? നീ എന്ത് മെജീഷ്യനാ? അതോ നീ മായാജാലക്കാരിയാണോ പാർവതി? അതെ, ഇതൊരു തരം മായാജാലം തന്നെയാണ് ജാസ്മിൻ. എന്റെ മുത്തശ്ശൻ പഠിപ്പിച്ചു തന്ന മായാജാലം. അതെന്താണെന്ന് എല്ലാവരും കണ്ടറിഞ്ഞാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.